ഹലോ മക്കളെ, എന്റെ കൂടെയുള്ള ഈ ചക്കരക്കുട്ടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നമ്മുടെ മാതങ്കിയുടെ പ്രായമാണേ. പരിചയം തോന്നില്ലേ? എവിടെയോ കണ്ട നല്ല പരിചയമുണ്ടല്ലേ? ഇനി പറയണ്ടല്ലോ ആരാന്ന്. നമ്മുടെ സുധാപ്പു അല്ലേ? സൗഭാഗ്യയുടെയും താര ടീച്ചറിന്റെയും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുള്ളതാണ്. അർജുന്റെ കൂടെ സിറ്റ്കോമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഫാമിലി. അവരുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആദ്യം നമ്മുടെ കണ്ണുടക്കുന്നത് ബോധിമര ചുവട്ടിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ബുദ്ധനാണ്. ഇപ്പോ ഇതൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഓട്ടോ വൈറ്റ് ക്ലീൻ ബെല്ലിന്റെ മറ്റൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആരുടെ വീടാണ്? കുട്ടൻ അർജുന്റെയും സൗഭാഗ്യയുടെയും വീടാണ്. മനോഹരമായ ഒരു വീട്. ഈ കുഞ്ഞു വാവെ കാണണം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോവാണ്. പോകാം വീഡിയോയിലേക്ക്. അയ്യോ, ഇത് എങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാ വന്നത്? നിനക്ക് അത്രയും ബോധമില്ലല്ലോ. അടി, അയാള് ഇതിന്റെ മരത്തിന്റെ താഴെ ഇരുന്ന് ഇവിടെ ആർക്കാണുള്ളത്? നിനക്ക് ബോധമില്ലല്ലോ. എല്ലാവർക്കും അറിയാം. നീ വെച്ചില്ലല്ലോ ബോധമുള്ള. നീ മരത്തിനടി കൊണ്ടുവച്ചാ ബുദ്ധനെ. കഷ്ടപ്പെട്ട് നമ്മൾ പോയിട്ട് സൈൽ പ്ലസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് മരത്തിനടി ഇരുത്തി, അറിയാമോ? അയ്യോ, അടിപൊളിയായിട്ടാ, നല്ല രസമുണ്ട്. ആദ്യം കാണുമ്പോഴേ നമുക്കൊരു പോസിറ്റിവിറ്റി. താര ടീച്ചർ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു ഫാനിൻ്റെ അടിയിൽ. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ഫ്രീഡം കൊടുത്തു, വെളിയിലിരുത്തി. കണ്ട? അയ്യോ, കൊള്ളാം. നൈസ്. ചക്കുട്ടിയുടെ കണ്ണ് കാണാനില്ല, നല്ല ചിരിയാണ്. ഞങ്ങൾ ചൈനക്കാരാണ്. ഹലോ, ആദ്യം എനിക്ക് മണിക്കുട്ടി കാണണം. അയ്യോ, ഇവിടെ കല്യാണം, അവിടെ പാലുകാച്ച്, അവിടെ പാലുകാച്ച്, ഇവിടെ കല്യാണം. ഞങ്ങളിവിടെ വർത്താനം പറയുന്നു. ഡീപ്പ് ക്ലീനിങ് തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. നിന്റെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ് പേടിച്ച് ഞാനും എൻ്റെ ഭാര്യ ഇന്നലെ ഉറങ്ങിയതല്ലേ, അറിയാമോ? ഉറങ്ങി നമ്മള് 3 മണി വരെ ഉറങ്ങുന്നു വൈകുന്നേരം. പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ നിന്നെ? ഞാൻ എന്തോ അങ്ങനെ അത്ര ഉറങ്ങുന്നില്ല. ഓ, എവള് നൈസായിട്ട്. ഞാനില്ലേ എന്നും വീട് വലയടിക്കും, കഴുകി ഇറക്കും, തുണി മടക്കി വെക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്തോ ഭയങ്കര വൃത്തിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇന്നാണ് സത്യം പറഞ്ഞാൽ RJ അഞ്ജലി എൻ്റെ തീരുമാനങ്ങൾ മൊത്തം മാറ്റി തിരുത്തി. ഞാൻ ഇത്രയും വൃത്തികേടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ ദൈവമേ, എന്തുമാത്രം അഴുക്കുപൊടി! ഇവരെ സമ്മതിക്കണം കേട്ടോ. മറ്റേ ഔവാഴ് ഷൺമുഖി 2 ദിവസം കഴിക്കാൻ ഇത്രയും പറഞ്ഞാൽ ഇല്ല, ഇത്രയും പറയണ്ട. ശരിയാ കുറച്ച് കുറയ്ക്കാല്ലേ. പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളി കേട്ടോ. എന്നെ കാണാൻ ശരിക്കും ഇങ്ങനെയാ. മേക്കപ്പ് ഇല്ലെന്നേ ഉള്ളൂ. ലൈറ്റൊക്കെ വന്നപ്പോ കണ്ടില്ലേ? ഇപ്പൊ കുറച്ചുകൂടെ നന്നായി. അപ്പൊ സംഭവം ഇനി ഇവിടത്തെ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ആവണം അല്ലേ? താങ്ക് യു സോ മച്ച്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. പോകാം വീഡിയോയിലേക്ക്. എന്ന് നിനക്ക് അറിഞ്ഞൂടാ അല്ലേ? അതൊക്കെ എനിക്കറിയാം. പോകാൻ വീഡിയോ ഞാൻ കണ്ടിട്ടല്ലേ നീ കണ്ടുള്ളൂ. അല്ല കേട്ടോ, അല്ല അതെന്താ കണ്ടിട്ടില്ലേ? എപ്പോഴും കുറുന്തോട്ടിയിലെ വേര്, പനം കള്ളിന്റെ മറ്റേ കല്ല് കൊണ്ട് ഇവിടെ തേച്ചരച്ച് സമാസമം ചാലിച്ച് വെള്ളം കണ്ടില്ലേ? ഉള്ള എണ്ണയും തേങ്ങയൊന്നും അത് കേട്ടോ. പക്ഷെ അതല്ലാതെ വേറെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ. ഞാൻ ഇതാണ് കാണണം. അവള് ലാടൻ, RJ ലാടൻ. ഞാൻ രാവിലെ ചോദിച്ചാ പോകാം വീഡിയോയിലേക്ക് വന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്പം വൈകുന്നേരം 5 മണി. ചൂട് പൊടി നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാലോ? വീട്ടിലെല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് വെക്കുന്ന ശീലം ആർക്കാണ്? പക്ഷെ ഇന്നത്തോടെ എനിക്ക് അഭിപ്രായം മാറി കിട്ടോ. ഞാൻ ചെയ്തതൊന്നും ക്ലീനിങ്ങേ അല്ലായിരുന്നു. വീട്ടിൽ നിറയെ പെറ്റ്സ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജല്ലിക്കെട്ട് കാളയെ വാങ്ങി എല്ലാത്തിനെയും പരിചരിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന, കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? ഇല്ല, ഞാനൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സക്കുട്ടിയാണെന്ന്. കറക്റ്റ് അല്ലേ? ഡിവൈഡ് ചെയ്ത് അവളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം വാങ്ങിക്കുന്നില്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ ക്ലീനിങ്, ഞാൻ മാത്രം. പക്ഷെ എന്തോന്ന് നീയാണ് സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കണേ? ഇല്ല കേട്ടോ, അത് ഞാനല്ല. ഞാൻ ഫാനില്ലേ സഞ്ചരിച്ച് ഞാൻ ഡിമാൻഡ് മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറയാൻ മാത്രമേ എനിക്ക് കൊണ്ട് പറ്റുള്ളൂ. വിജയ സിനിമയിൽ ഇരുന്ന് വിശ്വ എന്ന് പറയും പോലെ എവളോട് പട്ടിക്കുട്ടി ഞാൻ വേണം തപ്പി വാങ്ങിക്കാൻ. പിടിച്ച് നല്ലോണം വാക്വം ചെയ്ത് പൊടി തട്ടി വെച്ച്. അയ്യോ, പക്ഷെ ഇത്രയും പൊടിയിൽ ഇപ്പൊ വന്നാണ് നല്ലത്. കുറച്ച് മുന്നേ വന്ന് നിങ്ങൾക്ക് ശ്വാസം മുട്ടിപ്പോയാൻ. അതെ, വല്ലാതെ 3 തവണ. ഈ വീട് വെച്ച് അപ്പൂപ്പം പണ്ട് കഴുകിയതാണ്, പിന്നെ കഴുകിട്ടേ അത് കട്ടിയതോ
ഞാൻ അർജുനെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അവസാനത്തെ സെന്റൻസ് മിക്കപ്പോഴും എടാ എന്തെങ്കിലും വർക്ക് വന്നാ പറയണേടാ എന്നാണ്. ഞാൻ ആദ്യം എനിക്ക് പണി ഉണ്ടാക്കട്ടെന്ന്, എന്നിട്ട് നിനക്ക് പണി വാങ്ങിച്ചു തരാം. ഞാൻ എന്തോന്നാണ് ചോദിക്കണേ? ഒരു മാസത്തില് 28 ദിവസം ജോലി ചെയ്യണ ഇവള് 10 ദിവസം ജോലി ചെയ്യണ എന്നെ വിളിച്ച് പറയില്ല, എടാ എനിക്ക് പണിയില്ലടാ, നീ ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ പറഞ്ഞ് വാങ്ങിച്ചാടാ. എവിടെ വാങ്ങിച്ചു കൊടുക്കരുത്? അവളെ തന്നെ ഒരു പണി ഇവിടെ പറഞ്ഞിട്ട് അവൾ 5 മണിക്കാണ് പറഞ്ഞത് അവള് വേറെ ഷൂട്ടിട്ട് പോയത്. അത്രയ്ക്ക് ബിസിയാണ് അവള്. ഞാൻ വേറെ ഷൂട്ടിട്ട് പോയിക്കായിരുന്നടാ എന്ന് പറയാൻ. ഒരു ഇന്റർവ്യൂവിന് ഇവളാണ് ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞു. ഇവള് വന്നാ അന്ന് നമ്മള് ബിസി ആയിരുന്നു. കാര്യം ആ ചാനലിൽ ഇവള് പറഞ്ഞേക്കണം നമുക്ക് പണിയില്ലെന്നാണ്. ഇവള് കുമ്പിടിയെ പോലെ 5 നടന്നു പോയി ജോലി. എന്നിട്ട് അവക്ക് മതി, ഇനി വേണ്ട, ഹലോ. അയ്യോ വെള്ളം ഞാൻ ഏത് കൈ കൊണ്ട് വാങ്ങി, എല്ലാ കയ്യിലും മൈക്കായി പോയി. സക്കുട്ടിയുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, ഇത് ആശംബ. അങ്ങനെ ഒഴിഞ്ഞു പോവുകയൊന്നുമില്ല. പാലയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഈ യക്ഷി പോകൂല ഇവിടെ. സാധാരണ വീട്ടിലുള്ളവരെന്ത് ചെയ്യും, ചായയൊക്കെ ഇട്ട് തരും, ഇഡ്ഡലി സാമ്പാർ മുതലായ ഉണ്ടാക്കി തരും. ഇത് അമ്മച്ചി വേറെ ഫുഡ് ഓർഡർ ചെയ്താണ് തരണത്. പൂരി മസാല ഉണ്ടെന്ന് മക്കളായിരുന്നു. ഞാൻ പൂരി മസാല ചേട്ടൻ്റെ തുറന്ന് പൊങ്കലുണ്ട് സംഭവം അവരെന്നെ ഓർഡർ ചെയ്തോളൂ. എടാ ഇത് കണ്ടോ, ഇതൊരു ആട്ടിൻകുട്ടിയാണേ. പക്ഷെ ഞാൻ ദൂരം കണ്ടപ്പോ വിചാരിച്ചത് പട്ടിക്കുട്ടിയാണെന്നാണ്, ഇതിന്റെ പൂടയൊക്കെ കണ്ടപ്പോ. ചൈനീസ് സിങ്കോട്ട് ഹൈറ്റ് വയ്ക്കൂല, മറ്റേ പിഗ്മി ബ്രീഡാണ്. ഈ കാളക്കുട്ടനെ എവിടെ നിന്ന് കൊണ്ടുവന്നു? പൊള്ളാച്ചി. ഞാൻ ഇപ്രാവശ്യത്തെ ജല്ലിക്കെട്ട് കാണാൻ പോയിരുന്നു. ജല്ലിക്കെട്ടിന്റെ ഒരു ആവേശവും ജല്ലിക്കെട്ട് കാളകളുടെ പവറൊക്കെ കണ്ടപ്പം തമിഴത്തിയുടെ ഭർത്താവായ ഞാൻ ജല്ലിക്കെട്ട് കണ്ട് കാളയെ വാങ്ങാൻ തോന്നിയാ? എനിക്ക് എൻ്റെ ഭാര്യ തമിഴത്തിയില്ലേ, അതിന് വേണ്ടിയാണ് കണ്ടത്. ഞാൻ തമിഴ് മൂലയാക്കാൻ വേണ്ടി അവിടെ തമിഴ് കോവിൽ മതിൽ പെയിൻ്റൊക്കെ അടിച്ചിരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് തമിഴത്തിയുള്ള സ്ഥിതിക്ക് ഒരു മാട്ടുപൊങ്കൽ മാടിനെ വെച്ച് തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ച്. തൊട്ടോ ഇത് കുത്തുവോ? അങ്ങനെ അവർ അങ്ങനെ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കുറച്ച് ടെമ്പർമെന്റ് ഹൈ കാണിക്കുന്നത്. അത് നമ്മളങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി വരേണ്ടതെല്ലാം തൊടാൻ പറയും. നന്ദികേശ്വർ, നന്ദു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ നന്ദികേശ്വർ. ഞാൻ പോയപ്പോ ഉറങ്ങിക്കിടന്ന കൊച്ചു ബേബി ഇപ്പോഴാണ് ഉണർന്നൊന്ന് ഉഷാറായത്. നമ്മുടെ കൗമുദി ചാനലില് ടോം ആൻഡ് ജെസ്സി എന്ന പേരിൽ ഒരു പുതിയ സിറ്റ്കോം വന്നിട്ടുണ്ട്. അർജുൻ അതിപ്പോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ എപ്പിസോഡ് വന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് രസിച്ചുകൊണ്ടിരുന്ന സമയം ഓട്ടോ വൈറ്റ് ക്ലീൻ ബെല്ലിന്റെ ടീം എല്ലാ ഭാഗവും എവറി നൂക്ക് ആൻഡ് കോർണർ കംപ്ലീറ്റ് ആയും ഡീപ് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലീനിങ്ങിന് ഇതുപോലൊരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണെത്താത്ത കയ്യെത്താത്ത സ്ഥലങ്ങളില്ല. ഓർഡർ ചെയ്ത പിസ്സ എത്തി, ഞങ്ങളത് കഴിച്ചു. അർജുനോട് സംസാരിച്ചുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ സക്കുട്ടിയോടും സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ചിരിച്ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരും. ചക്കര വാവയാണ്. എന്റെ കൂടെ വരാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണ് വെട്ടിച്ചാണ് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയത്. 5 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു ഡീപ് ക്ലീനിങ്ങിനായി എത്തിയത്. അതിലൊരാൾ സൂപ്പർവൈസർ ആണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തു പോകുന്ന ഭാഗത്തെ എല്ലാ മിസ്റ്റേക്കും നോക്കി ഓരോന്നും കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമേ അവിടെ നിന്ന് ഇറങ്ങി. വീട് മാത്രമല്ല, തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന താരാ കല്യാൺ ഡാൻസ് സ്റ്റുഡിയോയും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ താഴെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. അതൊന്ന് പൊടി തട്ടിയാൽ മാത്രം മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പ്രഷർ വാഷ് ചെയ്ത് അതും നല്ലോണം ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കൊടുത്തു. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് റിലേറ്റഡ് എന്ത് വർക്ക് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ പെസ്റ്റ് കൺട്രോളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും, ചിതലിന്റെ ശല്യം വരാറില്ലേ, അത് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും പ്രീ കൺസ്ട്രക്ഷൻ ആണെങ്കിലും പെസ്റ്റ് കൺട്രോളിങ്ങിനാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണേ. ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് ചെയ്ത വർക്കാണ്. ഡീറ്റെയിൽഡ് വീഡിയോ സൗഭാഗ്യയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും, കാണാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ.